ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. റിപ്പോർട്ടറിന്റെ പോരാട്ടത്തിൽ അങ്ങനെ മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നു മെറ്റയ്ക്ക്. സെൻസർഷിപ്പ് ചെയ്ത റിപ്പോർട്ടറിന്റെ കാർഡുകളെല്ലാം പുനഃസ്ഥാപിച്ചു. റിപ്പോർട്ടറിന്റെ അപ്പീലിലാണ് മെറ്റയുടെ ഇടപെടൽ. എന്തുകൊണ്ട് കാർഡുകൾ നീക്കി എന്നതിന് വ്യക്തമായ മറുപടി മെറ്റ നൽകിയിരുന്നില്ല. കോടതിയോ സർക്കാരോ നിർദ്ദേശിച്ചാൽ മാത്രമേ കാർഡുകൾ നീക്കം ചെയ്യൂ എന്നായിരുന്നു വിശദീകരണം. IT നിയമം ദുരുപയോഗം ചെയ്തുള്ള നടപടിക്കെതിരെ മാധ്യമ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിച്ചുള്ള പോരാട്ടമാണ് വിജയം കണ്ടിരിക്കുന്നത്. റിപ്പോർട്ടർ നേടിയെടുത്തത് ജനാധിപത്യത്തിന്റെ വിജയമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഈ രാജ്യം സ്വാതന്ത്ര്യത്തോടുകൂടി ഇനിയും മുന്നോട്ടേക്ക് പോകാൻ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ സ്വാതന്ത്ര്യവും ജനാധിപത്യവും അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മാധ്യമ സ്വാതന്ത്ര്യവുമെല്ലാം നിലനിർത്താൻ വലിയ പോരാട്ടങ്ങളിലേക്കാണ് നമുക്കിനി പോകേണ്ടി വരിക. റോഷിപാലും സായ്കുമാറുമാണ് ചേരുന്നത്. ആദ്യം സായ്കുമാറിലേക്ക് പോയാൽ സായി, റിപ്പോർട്ടറിന്റെ അപ്പീലിൽ ഒടുവിൽ മെറ്റയ്ക്ക് മുട്ടുമടക്കേണ്ടി വന്നിരിക്കുകയാണ്. എല്ലാ കാർഡുകളും തിരിച്ചു തന്നിരിക്കുന്നു. ഏറ്റവും പ്രധാനം നമുക്കറിയാം, മുഖ്യമന്ത്രി VD സതീശൻ MDMA കേസ് പ്രതികൾക്കൊപ്പം ഉള്ള ചിത്രങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ, ഇതൊക്കെയാണ് വലിയ രീതിയിൽ നീക്കം ചെയ്യപ്പെട്ടത്. ഈ ജനാധിപത്യ രാജ്യത്താണ് ഇത്തരം നീക്കം ചെയ്യലുകൾ ഉണ്ടായത്, അല്ലെങ്കിൽ സെൻസർഷിപ്പ് ഉണ്ടായത്. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെന്ന പ്രതിപക്ഷം വിമർശിക്കുന്ന നിലയിലേക്കും എത്തിയിരുന്നു. ഏതായാലും പോരാട്ടം ഫലം കണ്ടിരിക്കുന്നു. ഒടുവിൽ ആ കാർഡുകളെല്ലാം, അല്ലെങ്കിൽ ആ വാർത്താ കാർഡുകളെല്ലാം തിരിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എത്തിക്കാൻ നിർബന്ധിതമായിരിക്കുന്നു മെറ്റ, അല്ലേ? തീർച്ചയായും വിനീത, ഇതൊരു വലിയ പോരാട്ട വിജയം തന്നെയാണ്. 4 ദിവസം മുൻപാണ് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് റിപ്പോർട്ടർ TVയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന്, ഫേസ്ബുക്കിൽ നിന്ന് ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ വാർത്തകൾ അപ്രത്യക്ഷമാകാൻ തുടങ്ങിയത്. അത് കൃത്യമായി തന്നെ മുഖ്യമന്ത്രി VD സതീശനെതിരായിട്ടുള്ള വാർത്തകൾ മാത്രം അപ്രത്യക്ഷമാകുന്നതാണ് കണ്ടത്. അതിൽ ആദ്യ വാർത്ത അപ്രത്യക്ഷമായപ്പോൾ തന്നെ നമ്മൾ മെറ്റയുമായി ബന്ധപ്പെടുന്നു, അവരുമായി ഇമെയിലിൽ സംസാരിക്കുന്നു. എന്തുകൊണ്ട് ഈ വാർത്ത അപ്രത്യക്ഷമാകുന്നു എന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഫേസ്ബുക്കിൽ മെറ്റയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നില്ല. അവർ പറയുന്നത്, അതിലൊരു കാരണം അവർ പറയുന്നത്, കോടതിയോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളോ പറയാതെ ഈ കാർഡുകൾ തങ്ങൾ നീക്കം ചെയ്യില്ല എന്ന ഒരു വിശദീകരണം മാത്രമാണ് അവർ നൽകുന്നത്. പിന്നീട് അങ്ങോട്ട് ഈ 4 ദിവസത്തിനുള്ളിൽ ഏകദേശം 30-ലധികം വാർത്തകളാണ് തുടരെ അപ്രത്യക്ഷമായിക്കൊണ്ടിരുന്നത്. ഓരോ ഘട്ടത്തിലും നമ്മൾ കൃത്യമായി നമ്മുടെ ആവർത്തിച്ചുകൊണ്ട് തന്നെ മെറ്റയോട് ചോദിച്ചു, ഇത് നിയമവിരുദ്ധമാണ്, IT നിയമം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, തെറ്റായി ഉപയോഗിച്ചുകൊണ്ട് നീക്കുന്നതാണ് എന്ന് കൃത്യമായി തന്നെ അവരെ ധരിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഇത് വലിയൊരു വിഷയമായി കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന രീതിയിൽ തന്നെ നമ്മൾ ഈ വിഷയം മുന്നോട്ട് വെച്ചു. നിരവധി പേർ അതിൽ നമുക്ക് പിന്തുണയുമായി വന്നു. ഏറ്റവും ഒടുവിൽ ഇതിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ പോലും വളരെ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്ന രീതിയിലേക്ക് വന്നു. പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണങ്ങൾ പോലും അപ്രത്യക്ഷമായി. അങ്ങനെ വലിയ വിമർശനവും പ്രതിഷേധവും ഒക്കെ ശക്തമായ സാഹചര്യത്തിൽ ഇന്നിപ്പോൾ സൈബർ വിഭാഗവും മെറ്റയോട് വിശദീകരണം തേടിയ ഒരു ഘട്ടമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ന് രാവിലെ ഒരു 12 മണിയോടുകൂടി ഈ അപ്രത്യക്ഷമായ കാർഡുകളെല്ലാം ഒരേ സമയത്ത് വീണ്ടും തിരികെ എത്തുന്നൊരു കാഴ്ച കാണുന്നത്. ഇപ്പോൾ അത് സാങ്കേതിക പ്രശ്നം എന്നൊക്കെ ഇപ്പോൾ ചില വിശദീകരണങ്ങൾ പല മാധ്യമങ്ങളും കൊടുക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരായ വാർത്തകളിൽ മാത്രം സാങ്കേതിക പ്രശ്നം വരുന്നു എന്ന ചോദ്യം അവിടെയുണ്ട്. അതുകൊണ്ടാണ് ഇത് കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വാർത്തകൾ നീക്കം ചെയ്തത് എന്ന് നമ്മൾ അന്ന് മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ കൃത്യമായി തന്നെ ഇത് നിയമവിരുദ്ധമാണ്, ഇത് വാർത്തകൾ കൊടുക്കാനുള്ള ഒരു മാധ്യമത്തിന്റെ അവകാശത്തെ ഹനിക്കുന്ന നടപടിയാണ് മെറ്റയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്ന് കൃത്യമായി തന്നെ മെറ്റയടക്കം നമ്മൾ ബോധ്യപ്പെടുത്തിയിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ വാർത്തകൾ വീണ്ടും പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. ശരി, റോഷിപാൽ കൂടി ചേരുകയാണ്. റോഷിപാൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വതന്ത്രമായി മാധ്യമ പ്രവർത്തനം നടത്താനുള്ള അവസരം ഒരുക്കുക എന്നതാണ്. ചില പ്രത്യേക കാർഡുകൾ, എല്ലാ കാർഡുകളും അല്ലെങ്കിൽ എല്ലാ വാർത്തകളും നീക്കം ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പ്രത്യേക കാർഡുകൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും MDMA കേസ് പ്രതിയും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ, അതിനോട് പ്രതിപക്ഷത്തു നിന്നുള്ള നേതാക്കളുടെ പ്രതികരണങ്ങൾ, അങ്ങനെ തെരഞ്ഞു പിടിച്ച് സെൻസർ ചെയ്യുന്ന നിലയിലേക്ക് എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അതിനെ പലതരത്തിൽ ന്യായീകരിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ അതൊക്കെ ന്യായീകരണങ്ങൾ മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം കൂടിയാണ്. ഇന്നിപ്പോൾ പേരിനൊരു കത്തയച്ചതായി അറിയുന്നുണ്ട് പോലീസ്. എങ്കിൽ പോലും അതേ തുടർന്നല്ല, റിപ്പോർട്ടർ തുടർച്ചയായി ഇതിനെതിരെ അപ്പീൽ നൽകിയതുകൊണ്ട് മെറ്റയോട് ചോദിച്ചുകൊണ്ടേയിരുന്നത് കൊണ്ട് കൂടിയാണ് ഈ കാർഡുകൾ വീണ്ടും നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ജനാധിപത്യ രാജ്യത്താണ് ഇത്തരം സെൻസർഷിപ്പുകൾ വരുന്നത് എന്നതുകൂടിയാണ് ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. വിനിത, അപ്രതീക്ഷിതമായിട്ടാണ് റിപ്പോർട്ടറിന്റെ വാർത്തകൾ ഒന്നൊന്നായി മെറ്റ നീക്കം ചെയ്തത്. അതിന് കൃത്യമായ ഒരു കാരണവും മെറ്റ പറഞ്ഞിരുന്നില്ല.
അത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള വാർത്തകൾ. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചില വാർത്തകളാണ് ഈ നീക്കം ചെയ്തത് ഭൂരിഭാഗവും. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വിമർശനം പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കെതിരെ ഇത് സംബന്ധിച്ച് ഉയർത്തുകയും ചെയ്തത്. മുഖ്യമന്ത്രി നൽകിയ വിശദീകരണം, മുഖ്യമന്ത്രിയുടെ വാദം മറ്റൊരു തരത്തിലായിരുന്നു. ആവശ്യമെങ്കിൽ താൻ തന്നെ മെറ്റയോട് തനിക്കെതിരെ വിമർശനം ഉയർത്തുന്ന വാർത്തകൾ അത് നീക്കം ചെയ്യാൻ പാടില്ല എന്ന് ആവശ്യപ്പെടാമെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ഒരു ആവശ്യവുമായി മെറ്റയെ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ സമീപിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. പക്ഷേ റിപ്പോർട്ടർ ഒരു ഭാഗത്ത് അതിൻ്റെ യഥാർത്ഥ വസ്തുത പരിശോധിച്ച് മെറ്റയുമായി ഒരു പോരാട്ടം തന്നെ നടത്തി. ഒടുവിൽ മെറ്റ ആ പോരാട്ടത്തിനൊടുവിൽ കീഴടങ്ങുകയാണ്. ആ വാർത്തകൾ തിരിച്ച് യഥാസ്ഥാനത്ത് അവർ കാണാനുള്ള അവസരമുണ്ടാക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. നീക്കം ചെയ്ത വാർത്തകൾ പുനഃസ്ഥാപിക്കുന്നു. അത് പുനഃസ്ഥാപിക്കേണ്ട സാഹചര്യം വരുന്നത് തന്നെ ഈ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത വാർത്തകളായിരുന്നില്ല. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത പോസ്റ്റുകളാണ് സാധാരണ മെറ്റ നീക്കം ചെയ്യുന്നത്. പക്ഷേ ഏത് മാനദണ്ഡമാണ് പാലിക്കാത്തത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം മെറ്റയ്ക്ക് നൽകാൻ കഴിയുന്നില്ല. ആരുടെയൊക്കെയോ നിർദ്ദേശപ്രകാരം, ആരുടെയൊക്കെയോ ആവശ്യപ്രകാരമാണ് ഇത് നീക്കം ചെയ്തതെന്ന് പറഞ്ഞു. ഇനി ആരാണ് ആവശ്യപ്പെട്ടത് എന്നാണ് മെറ്റ വ്യക്തമാക്കേണ്ടത്. മെറ്റയുടെ വിശ്വാസ്യത വീണ്ടെടുക്കാൻ മെറ്റ ആ കാര്യം കൂടി വ്യക്തമാക്കേണ്ടതാണ്. കാരണം മാധ്യമ സ്ഥാപനങ്ങളുടെ ആ ഒരു സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമെന്ന് പ്രതിപക്ഷം രൂക്ഷമായി വിമർശിക്കുകയും, കാരണം എല്ലാ ഘട്ടങ്ങളിലും മെറ്റയെ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കേന്ദ്ര സർക്കാർ നടത്തുന്ന നീക്കങ്ങളെ വിമർശിച്ചതാണ് കോൺഗ്രസിൻ്റെ ചരിത്രം. ആ കോൺഗ്രസ് സർക്കാർ ഭരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള വാർത്തകൾ അത് പൂർണ്ണമായും ഒഴിവാക്കപ്പെടുന്നതാണ് പ്രതിപക്ഷത്തിന് ആയുധമായി മാറിയതും. ഏതായാലും ഒടുവിൽ റിപ്പോർട്ടർ നടത്തിയ പോരാട്ടത്തിനൊടുവിൽ മറ്റാരുടെയും പിന്തുണയില്ലാതെ തന്നെ ആ വാർത്തകൾ പുനഃസ്ഥാപിക്കപ്പെട്ടു. അത് മെറ്റ കീഴടങ്ങിയതായി തന്നെ വിലയിരുത്തണം വിനിത. ശരി, അത് തന്നെയാണ് ഏതായാലും സംഭവിച്ചത്. റോഷിബാൽ സായികുമാർ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.